KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. UDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നാൽ അവർ വാഗ്ദാനം ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഫസ്റ്റത്തെ കാര്യം തന്നെ പറയാം. ഇപ്രാവശ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾ വോട്ട് ചെയ്തതിൻ്റെ ഒരു എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മേ ബി ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് കാണും. അതായത് ഫ്രീ യാത്ര എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനമാണ്. നടപ്പിലായാൽ നല്ലൊരു കാര്യം തന്നെ. ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ഈ വനിതാ മോർച്ചയോ പരിപാടി ഉണ്ടല്ലോ, സ്ത്രീകളുടെ വിങ് BJPയുടെ, ഇവരൊക്കെ പാടെ കൂടി ബസ്സിലും റോട്ടിലും ഇരുന്നിട്ട് വൻ പ്രതിഷേധവും ബസ് കയറിയിട്ട് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വൻ അലമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ജാസിം ഹെലനോസ് പാർട്ടി ഇത് പറഞ്ഞിട്ട് ഉരിഞ്ഞടി. മനസ്സിലായോ? അപ്പോൾ അതൊരു കണ്ടന്റ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു സൈഡിൽ ഇത് എങ്ങനെയെങ്കിലും ഇത് 15-ാം തീയതി ആണല്ലേ പറഞ്ഞത്, ഇന്നത് 15-ാം തീയതിയാണ്, നിന്ന് ഞങ്ങൾക്ക് കാശില്ലാതെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കയറി ബസ്സിലിരിക്കുക. അങ്ങനെ ഇതൊരു അലമ്പിലേക്ക് പോകുന്നു. UDFൻ്റെ ഭാഗത്തുനിന്ന് പല സമയങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും, ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്യാൻ പിന്നെ ഒരു നേതാക്കന്മാരെയും കാണാത്തൊരവസ്ഥ. മുഖ്യമന്ത്രിനെ തന്നെ ഈ അടുത്താണ് നമ്മൾ അറിഞ്ഞത് VD സതീഷ് എന്നുള്ളത് കൺഫേം ആയത്. സോ ഇറ്റ് ടേക്സ് ടൈം. ആൻഡ് KSRTCയിലാണെന്നുണ്ടെങ്കിലും അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസൊക്കെ KSRTCയുടെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അവർ ഓൾറെഡി അവരുടെ സിസ്റ്റത്തിനകത്ത് ജെൻഡർ നോക്കി ടിക്കറ്റ്സ് കൊടുക്കുന്നൊരു പരിപാടി, കണക്കെടുപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിന് പോകുന്നുണ്ട്. പിന്നെ 15-ാം തീയതി മുഖ്യമന്ത്രി ആര് എന്ന് അറിഞ്ഞ് അതിനുശേഷം ആ മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഒപ്പിട്ട് ഒഫീഷ്യലി ഇനി മുതൽ ഫ്രീ യാത്രയെന്നൊക്കെ പറയാതെ ഈ പറഞ്ഞ കണ്ടക്ടർമാർക്കും KSRTC ഉദ്യോഗസ്ഥർക്കും ഇന്നിങ്ങോട്ട് ഓക്കെ UDF ഗവൺമെൻറ് വന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാവും, സത്യപ്രതിജ്ഞ പോലും കഴിയാത്ത സമയത്ത് ഇവരെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്തിട്ട് ഫ്രീ യാത്ര കൊടുക്കാൻ പറ്റൂ? സോ അതിനൊരു ലോജിക്കൊക്കെ വേണ്ട ഇതിൽ സമരം ചെയ്യുന്നവർക്ക് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ആ വാഗ്ദാനത്തിൽ നിന്ന് വേണമല്ലോ തുടങ്ങാൻ. So the first guarantee is a free bus travel for all women in KSRTC buses. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇന്ദിരാ ഗ്യാരണ്ടി. എല്ലാ ഇവിടെ ഇലക്ഷൻ നിന്ന കാൻഡിഡേറ്റ്സും UDFൻ്റെ കാൻഡിഡേറ്റ്സും ഈ പറഞ്ഞ ഫ്രീ യാത്ര ഭയങ്കരമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ് സ്ത്രീകളെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഈ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ യാത്രയ്ക്ക് പോവുക, തീർത്ഥാടനത്തിന് പോവുക, ടൂറിന് പോവുക, അതിനേക്കാൾ കൂടുതൽ ഞാനിത് കാണുന്നത് എങ്ങനെ അറിയും? നമ്മളൊക്കെ വീടുകളിൽ ഈ യാത്ര ഒരു സീനായിട്ട്, അതായത് ഞാൻ പറയുന്നത് ഭയങ്കരമായ ശമ്പളം വാങ്ങി ഇപ്പോൾ ട്രാവലിനൊരു എക്സ്പെൻസ് മാറ്റി വയ്ക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ലെവലും ഫിസിക്കൽ ലെവലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ജോലിക്ക് പോകുന്നവരതല്ല കേട്ടോ. ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ഈ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന, അങ്ങനത്തെ കുറേ ഷോറൂമുകളിൽ നിൽക്കുന്ന, വീട്ടുജോലി എടുക്കുന്ന അങ്ങനത്തെ ഒക്കെ ചേച്ചിമാർക്കൊക്കെ ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ ഇപ്പോൾ സ്കൂട്ടി പോകുന്ന ചേച്ചിമാരുണ്ടാവും. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പൈസ നിങ്ങൾക്ക് അറിയാം. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഇനി ഇല്ല. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ പോലും മഴക്കാലം വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്, കാറിൽ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ് ഈ ഒരു KSRTC ബസ്സിലെ ഫ്രീ യാത്ര എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിത് വളരെ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എക്കണോമിയിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ബസ് ഫ്രീ യാത്ര കാരണം കുറേ പേര് ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഫ്രീസായിട്ടിരിക്കുന്ന കുറേ സ്ത്രീകൾ കാണുമായിരിക്കും വീടുകളിൽ. കാരണം ഒരു ദിവസം ഒരു 500 രൂപ 400 രൂപ കൂലിക്ക് ജോലി എടുക്കാൻ പോകുന്നതായിരിക്കും അവരുടെ തോട്ട്. പക്ഷെ ചിലപ്പോൾ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ജോലി സ്ഥലം. അപ്പ് ആൻഡ് ഡൗൺ ബസ് യാത്രയുടെ ടിക്കറ്റും പൈസേൻ്റെ 30 ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര പോകില്ല, പിന്നെ ഞാൻ പോകണോ, മുതലാവില്ല എന്ന് ചിന്തിക്കുന്നവർക്കടക്കം ചിലപ്പോൾ ഈ ഒരു ഫ്രീ യാത്ര ഉണ്ടെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ ഫ്രീ ആണ്, KSRTCയിൽ സൗജന്യമാണെന്ന് കേൾക്കുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് കുറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് ജോലിക്ക് പോകാമല്ലോ എന്ന് ചിന്തിച്ച് അവർ ജോലിക്ക് പോകും. അവർ ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരും അത് സ്പെൻഡ് ചെയ്യും. ഈ നാട്ടിൽ തന്നെയല്ല സ്പെൻഡ് ചെയ്യുന്നത്. ഈ നാട്ടിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വുമൺ വർക്കേഴ്സിൻ്റെ ഒരളവ് കൂടും. ഒരു എന്താ പറയുക, ഫ്രീസായിട്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒരു പാർട്ടിൽ നിന്ന് ഈ നമ്മുടെ നാട്ടിലേക്ക് അവർ ജോലി ചെയ്തുള്ള ഇൻകത്തിന് ഫ്ലോ വരാൻ തുടങ്ങും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വളരെ പോസിറ്റീവായിട്ട് കാണാനുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതായിട്ട് കണ്ടത്, ആക്ച്വലി ഈ വയസ്സായവർക്ക്
മുതിർന്ന പൗരന്മാർക്ക്, ഡിസബിലിറ്റി ഉള്ളവർക്ക്, അങ്ങനെ കുറേ കാറ്റഗറി ഓഫ് ആളുകൾക്കല്ലേ ഇത് ശരിക്കും കൊടുക്കണ്ടേ? അല്ലാതെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഞാൻ കേട്ടു. എസ്പെഷ്യലി നാദിറ മെഹറിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ത്രീകൾക്കല്ല കൊടുക്കേണ്ടിയിരുന്നത്, ഇവിടുത്തെ പ്രായമായ മനുഷ്യർക്ക് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവിടുത്തെ വൈകല്യമുള്ള മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുക്കണമായിരുന്നു. അല്ല സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾ അത്യാവശ്യം പ്രിവിലേജ്ഡെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പോലും പണിയെടുക്കാനും അതിനുള്ളൊരു ലക്ഷ്യമുള്ള മനുഷ്യരാണ് ഇവിടുത്തെ സ്ത്രീകൾ. പക്ഷേ ആ ഇടത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യയാത്ര, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യയാത്ര, വികലാംഗർക്ക് സൗജന്യയാത്ര, ന്യൂനപക്ഷത്തിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് സൗജന്യയാത്ര. അവിടെയല്ലേ അതിൻ്റെ വിജയം എന്നുള്ളത്. അല്ലാതെ ഇവിടുത്തെ സ്ത്രീകൾ കഴിവില്ലാത്ത മനുഷ്യരല്ല, നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, പഠിച്ച് പണിയെടുക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ഇപ്പം ഇവിടെ സ്ത്രീകൾ കഴിവില്ലാത്തവരായതുകൊണ്ട് അവർക്ക് ഫ്രീ യാത്ര കൊടുക്കുകയാണ് എന്നുള്ളൊരു തോട്ടിലേക്ക് എങ്ങനെ നാദിറ പോയി എന്ന് എനിക്കറിയില്ല. പിന്നെ നാദിറ പറഞ്ഞ പോലെ 50 വയസ്സിന് 60 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് ഫ്രീ യാത്ര കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളവർ ഫ്രീ യാത്ര ചെയ്യുന്നത് ഒരു പക്ഷേ അവർ ടൂർ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ തീർത്ഥാടനത്തിനായിരിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. ടൂർ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ അതിനൊന്നും പ്രൊഡക്ടിവിറ്റി വരില്ലല്ലോ. എന്തെങ്കിലും ആ ഒരു സ്കീം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. 50-60 വയസ്സിന് മുകളിലുള്ളവർ യാത്ര ചെയ്യുന്നത് മേ ബി അത് വർക്ക് ചെയ്യാനായിരിക്കില്ല. പക്ഷെ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ, സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പഠിക്കുന്ന സ്ത്രീകൾ, അവർക്കാണതൊരു താങ്ങാവുന്നത്. ഓക്കെ, ഓബിയസ്ലി ബാക്ക്വേർഡായിട്ട് ഫിനാൻഷ്യലി നിൽക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? സപ്പോർട്ട് ചെയ്യണം. വികലാംഗർക്ക് സപ്പോർട്ട് ചെയ്യണം, ന്യൂനപക്ഷത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുമ്പോൾ അതിനകത്തുനിന്ന് ഞാൻ നോക്കി കാണുന്നത്, എനിക്ക് അതിലെ പോസിറ്റീവ് നോട്ട് ഇതാണ്. അതായത് സ്ത്രീകൾ യാത്ര എന്ന് പറഞ്ഞൊരു കാര്യം മുന്നിൽ ആലോചിച്ച് അതിൻ്റെ ഒരു വലിയ ബേർഡൻ, അതായത് ചിലവ് എന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ചിലവിൻ്റെ ബേർഡൻ ആലോചിച്ചുകൊണ്ട് ജോലിക്ക് പോവാതിരിക്കരുത്, പഠിക്കാൻ പോവാതിരിക്കരുത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചിന്തിച്ച് അതിന് വെറി ചെയ്യരുത്. അതവർ പോയി തുടങ്ങണം എന്നുള്ളൊരു പോസിറ്റീവ് സാധനം ഇന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അല്ലാതെ ഇവിടെ സ്ത്രീകൾ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല. KSRTCയിൽ ദിവസവും ശരാശരി 23 ലക്ഷം പേർ യാത്ര ചെയ്യുന്നുണ്ട്. 50% സ്ത്രീകൾ. വലിയ സാമ്പത്തിക ബാധ്യതയായേക്കാവുന്ന പദ്ധതിക്ക് പല മാർഗങ്ങളാണ് ആലോചനയിലുള്ളത്. സർക്കാരിന് നേരിട്ടുള്ള സബ്സിഡി വഴി സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക സർക്കാരിന് KSRTCക്ക് നൽകാം. ബജറ്റിൽ പ്രത്യേകം തുക കണ്ടെത്തിവെക്കാം. അതിനായി കൂടിയാണ് യാത്രക്കാരിൽ സ്ത്രീകളുടെ കണക്കെടുപ്പ് തുടങ്ങിയത്. സാമ്പത്തികമായി പല തട്ടിൽ നിൽക്കുന്നവർക്ക് സൗജന്യ യാത്ര നൽകിയാൽ അത് സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കും. അതിനാൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി സേവനം ഉറപ്പാക്കുന്നതാണ് അടുത്ത രീതി. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ, കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾ, BPL കാർഡ് ഉടമകൾ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെ മാനദണ്ഡം വയ്ക്കാം. സ്മാർട്ട് കാർഡ് പോലെയുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചാൽ ദുരുപയോഗം ഒഴിവാക്കാം. പരസ്യ വരുമാനത്തിലൂടെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കുകയാണ് മറ്റൊരു വഴി. ബസ്സുകളിലെ ഡിജിറ്റൽ പരസ്യം വഴിയോ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വിപുലപ്പെടുത്തി പണം കണ്ടെത്തിയോ പദ്ധതി നടപ്പാക്കാം. താരതമ്യേന ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ബസ് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിച്ച് സൗജന്യ യാത്ര അതിൽ മാത്രമായി ചുരുക്കാം. പൊതുമേഖലാ സ്ഥാപനമാക്കി KSRTCയെ നിലനിർത്തുന്നതിന് പകരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കുകയെന്ന ആശയവും ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള 1-2 പോയിന്റുകളൊക്കെ ഭയങ്കര റെലവൻ്റ് ആണ്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചിലവ് കൂടുതലാവില്ലേ സർക്കാരിന് സ്ത്രീകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി കൊടുത്താൽ? ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരും. ഓൾറെഡി കുറേ ബസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് ബസ്സുകൾ നിരത്തിലിറക്കി അതിൽ സ്ത്രീകൾക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഡിജിറ്റൽ കാർഡുകൾ, ഈ പാസുകൾ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ദുരുപയോഗം കുറയും. ഈ പാസുകളുടെ ഒരു ഉപയോഗം കൂട്ടിക്കൊണ്ടുവരാം. ടാർഗറ്റഡ്, സ്ത്രീകളുടെ ഇടയിൽ തന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് വേണമെങ്കിൽ വയ്ക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ബിക്കോസ് ഇവിടെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന എത്രയോ വലിയ ബിസിനസ്സുകളുണ്ട് അല്ലേ? പ്രൊമോഷൻ ബിസിനസ്സുകൾ, ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട്. ഇങ്ങനത്തെ വലിയ ജയൻറ്റ് കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്ക് ഇപ്പോൾ KSRTCയിൽ ഫ്രീ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി KSRTC ടെർമിനലിലും ബസ്സിൻ്റെ ആ ഒരു ബസ് സ്റ്റാൻഡുകളിലും സ്ത്രീകളുടെ എണ്ണം കൂടുകയുള്ളൂ, കുറയില്ല. ആ സ്ഥലങ്ങളിൽ KSRTCയിൽ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ആഡുകൾ പ്ലേസ് ചെയ്യാം. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. കോംപ്ലക്സുകളിൽ കൂടുതലായിട്ട് അങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെ ഷോറൂമുകൾ തുറക്കാം. അതൊക്കെ ഒരു റവന്യൂ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ.
ഓക്കെ, അതിൽ നിന്നൊക്കെ റവന്യൂ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സ്മാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ സ്മാർട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയാണ്. അല്ല എന്ന് പറയരുത്, ആണ്. പക്ഷെ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇതിന് എത്രത്തോളം എഫേർട്ട് ആളുകൾ എടുക്കും എന്നുള്ളത് എന്താണെങ്കിലും കണ്ടറിയണം. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒപ്പമുള്ള ക്യാബിനറ്റിലുള്ള ബാക്കി മന്ത്രിമാരും ഇനി ഗതാഗതം കിട്ടുന്ന മന്ത്രി ആരാണോ അയാളൊക്കെ സ്മാർട്ടായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ബസ്സിൽ സ്ത്രീകളുടെ ഫ്രീ യാത്രയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. അതൊക്കെ ആദ്യമേ ചെയ്തു കൊടുത്താൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതിൽ തന്നെ ഈ കാര്യം കൺഫ്യൂഷൻ്റെ മുകളിൽ കൺഫ്യൂഷൻ ആക്കാതെ കൃത്യമായിട്ട് കംപ്ലീറ്റ് എല്ലാ സ്ത്രീകൾക്കും ആണെങ്കിൽ ഓക്കെ എല്ലാ സ്ത്രീകൾക്കും എന്നുള്ള രീതിയിലാക്കിയിട്ട് അത് ലാഭകരമായിട്ട്, അതായത് നഷ്ടം സംഭവിക്കാതെ, ലാഭം വരണ്ട, നഷ്ടം സംഭവിക്കാതെ KSRTCക്ക് കൂടുതൽ ബേർഡൻ ഇട്ട് കൊടുക്കാതെ ഈ സംഗതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു 1-2 മാസം എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചാൽ തന്നെ അത് സക്സസ് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ബസ് തൊഴിലാളികൾ ഭയങ്കരമായിട്ട് ഇതിൽ പ്രശ്നം ഉണ്ടായി. കാരണം KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും പ്രൈവറ്റ് ബസ്സിൽ കയറില്ല, വളരെയധികം കുറവായിരിക്കും കയറുന്നത്. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യും, അതിൽ ഏത് രീതിയിൽ സർക്കാർ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും കൂടി, അവരെ എങ്ങനെ ഒപ്പം നിർത്തി കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനത്തെ കുറച്ചധികം ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ് വിഷയം. അതായത് പ്രൈവറ്റ് സെക്ടറിനെ പറ്റി തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വികാരത്തിൻ്റെ മുകളിൽ നമുക്ക് പറയാം പ്രൈവറ്റ് ബസ്സുകളല്ലേ ഇവരങ്ങനെ കാണിക്കുന്നവരല്ലേ, നോ, അവരും നമ്മുടെ ഈ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവരും എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തമാശയ്ക്ക് പറയുമെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാന്ന് പറയുമെങ്കിലും സ്ത്രീകൾ കയറാതായി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ കുടുങ്ങിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ അതൊരു കൺസേൺ തന്നെയാണ്. അതൊരു കൺസേൺ അല്ല എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാനേ പറ്റില്ല. അതൊരു വലിയ കൺസേൺ ആണ്. ആ കൺസേണിന് ഏത് രീതിയിൽ ഉത്തരം കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അവിടെ ആ ഒരു എന്താ പറയുക പാരലൽ ബസ് സർവീസ് പ്രൈവറ്റ് സെക്ടർ തകർന്നു കഴിഞ്ഞാൽ ആ തകർച്ച ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ എഗെയിൻ ചോദ്യചിഹ്നമാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാവാൻ പോണെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞേ പറ്റൂ. ഓക്കെ, സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പായിരുന്നു ആദ്യം. യാത്രക്കാരിൽ 55% 60% ഇടയിൽ സ്ത്രീകളെന്നാണ് കണക്ക്. എല്ലാത്തരം ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കണമെങ്കിൽ 90 കോടി രൂപയെങ്കിലും KSRTCക്ക് നൽകേണ്ടി വരുമെന്നാണ് പ്രാഥമിക നിഗമനം. ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകൾ മാത്രമായി യാത്ര ചുരുക്കിയാൽ 60 കോടി രൂപയും. ടിക്കറ്റ് മെഷീനിൽ ലിംഗവ്യത്യാസം രേഖപ്പെടുത്തിയുള്ള പ്രക്രിയ പൂർത്തിയായാലേ അന്തിമ കണക്ക് ലഭ്യമാകൂ. സൗജന്യ യാത്രയോടെ KSRTCയുടെ ദിവസവരുമാനത്തിലും കാര്യമായ ഇടിവ് വരും. ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം ശരാശരി 21 ലക്ഷം. 8 കോടി രൂപയാണ് ദിവസേനയുള്ള ടിക്കറ്റ് വരുമാനം. വരുമാനത്തിന്റെ പകുതിയും ചെലവാക്കുന്നത് ഡീസലടിക്കാൻ. സൗജന്യയാത്രയിലൂടെ ചുരുങ്ങിയത് 3 കോടി രൂപയെങ്കിലും ദിവസവരുമാനത്തിൽ കുറവ് വരും. സ്ഥിരം ജീവനക്കാർക്ക് അടുത്ത കാലത്ത് എല്ലാ മാസവും 5-ന് മുമ്പ് ശമ്പളം നൽകുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം എംപാനൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് 2 തവണയായി. പെൻഷൻ ആനുകൂല്യങ്ങൾ 2024 മെയ് മാസത്തിന് ശേഷം കുടിശ്ശികയാണ്. DA കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് അടുത്തിടെ 7% വർദ്ധിപ്പിച്ചത്. വായ്പ പലിശ ബാധ്യതകൾ വേറെ. സൗജന്യയാത്രയുടെ പണം ഏതെങ്കിലും ഘട്ടത്തിൽ മുടങ്ങിയാൽ KSRTCയുടെ നടുവൊടിയുമെന്ന്. ഇതാണ് ഫിനാൻഷ്യൽ ബേർഡൻ. എങ്ങനെ ഈ ഒരു സാധനം കൃത്യമായി പോയില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് ആണ്. അതായത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ KSRTC എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറാവും. അങ്ങനത്തെ ഒരു സീൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരാതെ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീ യാത്ര എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് പഠിച്ച് തന്നെ ചെയ്യേണ്ട പരിപാടിയാണ്. അല്ലാതെ ഇത് 15-ാം തീയതി തുടങ്ങും 20-ാം തീയതി തുടങ്ങും അത് എടുത്ത് ചാടി അങ്ങോട്ട് ഒരു വാശിപ്പുറത്ത് ചെയ്ത് പോവാതിരിക്കുക എന്നുള്ളത് ഇനി വരുന്ന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. ഒക്കെ അതിൻ്റെ പേരിൽ ഉറപ്പാണ് കല്ലേറ് കിട്ടും, ചീത്തവിളി കേൾക്കും, സമയം വൈകിയതിനെക്കുറിച്ച് പറയുന്ന നാട്ടുകാരെല്ലാം പറയും. പക്ഷെ അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ നല്ലത്. ഇല്ലെങ്കിൽ പണിയാണ്. കാരണം ഇന്ന് തന്നെ ഞാൻ പറയുള്ളൂ യുവമോർച്ചയുടെ സ്ത്രീ വിങ് വന്നിട്ട് ഭയങ്കര സീനാണ് അവർ സ്ത്രീ മോർച്ച എന്താണ് അവരുടെ പേര്, അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ വെച്ചുതരാം. വി ഡി സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ, നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ MLA കാസർഗോഡ് അശ്വിനി നെറ്റിയാണ് അവരുടെ പേര്. ഈ BJP സർക്കാർ വരുന്നതിന് മുമ്പ് 10-15 ലക്ഷം റുപ്യ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളത്
നരേന്ദ്രമോദിയുടെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ഞാനൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പലിശ വന്ന് ബാങ്കിൽ കിടക്കുന്നതിൻ്റെ പലിശയൊക്കെ എടുത്തിട്ട് വീട് വെച്ചു, കാറ് പുതിയത് ഒന്ന് മാറ്റി. ഞാനൊക്കെ ജീവിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. എന്നെ ഉളുപ്പില്ല, പറയണില്ല. അതൊരു സൈഡിൽ അങ്ങനെ കുറേ എണ്ണങ്ങൾ. ഇന്നിപ്പോൾ 15-ാം തീയതി 15-ാം തീയതി തന്നെ ചാടിക്കുത്തി വന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ജാസി വേഴ്സസ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞ ആ ഒരു യൂണിവേഴ്സിലേക്ക് നമുക്ക് പോവാം. സംഗതി ഈ ബസ് യാത്രയുടെ പേരും പറഞ്ഞ് തുടങ്ങിയതാണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു യൂണിവേഴ്സിലേക്ക് എത്തിയത്. വീണ്ടും ഗർഭം, കുട്ടി, സ്ത്രീത്വത്തെ അപമാനിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും വേറെ സാധനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാസി പറഞ്ഞത് ആദ്യം നോക്കാം. പിന്നെ ഈ UDFന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീയല്ല, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്? പിന്നെ എന്ത്, എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ രാജവത്ത? എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോകാം. അതാകുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ, പൈസ കൊടുക്കാണ്ട്. ജാസിയെ പോലുള്ളവർ സത്യത്തിൽ വെറും അറ്റൻഷൻ സീക്കിംഗ് ആണ് ഈ സംഗതിയൊക്കെ ചെയ്യുന്നത്. 4 ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഗവി പോവാം, മറ്റോടത്ത് ടൂർ പോവാം. ഇവിടെ എന്തിനാണ് UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ അവരിത് ഫ്രീ കൊടുക്കും എന്ന് പറഞ്ഞ്? അവർ പറഞ്ഞതിൽ ഈ ടൂറും സാധനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ജോലിക്ക് പോകാൻ പ്രശ്നമുള്ള, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു വലിയ ബാധ്യത, യാത്രാ ചെലവ് അവരുടെ തലയിലിരിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമായിക്കോട്ടെ എന്നുള്ള രീതിക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഈ തീർത്ഥാടനവും ഈ ടൂർ പോക്കൊക്കെ. പിന്നെ ബൈ ദ വേ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്, ഇപ്പോൾ ജാസി അടക്കമുള്ളവർ സംസാരിക്കും, എന്താ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താ അത്ര വലിയ പ്രശ്നം? ഞാൻ സ്ത്രീ എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക്, ചിലതല്ല, ഒരു മോസ്റ്റ് മെജോറിറ്റി സ്ത്രീകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സൊസൈറ്റി നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ യു ഷുഡ് ഹാവ് ലൈക്ക് എന്താ പറയുക, അവരുടെ മുന്നിൽ തുറന്ന് പറയണം ട്രാൻസ് വുമൻ. അത് പ്രൗഡ്ലി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അത് പറയാൻ എന്താ അത്ര വലിയ പ്രശ്നം? ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ എന്തോ പൊട്ട കാര്യമാണോ? ഞാൻ തന്നെ ഞാൻ പേരൊന്നും പറയില്ല. ഐ ഹാവ് സ്പോക്ക് ടു വൺ ഓഫ് മൈ ട്രാൻസ് വുമൻ ഫ്രണ്ട്. ഓക്കെ, അവർ സർജറി ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, സായി പലപ്പോഴായിട്ട് പലരും എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഓ എന്തൊരു ഭംഗിയുള്ള, ഇപ്പോൾ പെൺകുട്ടീനെ പോലെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ കറക്റ്റ് പെൺകുട്ടിയായിട്ടോ. അത് കേൾക്കുമ്പോൾ എന്തോ പോലെയാടാ. ലൈക്ക് ട്രാൻസ് വുമൻ അത് മതി. സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ ആവണം, അല്ലെങ്കിൽ അതുണ്ട് മനസ്സിനകത്ത്. ബട്ട് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ ട്രാൻസ് വുമൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അതെന്നെ പറഞ്ഞാൽ പോരെ? അതിന് പകരം വീണ്ടും ഇതെന്താ പറയുക, കോൺട്രവേഴ്സി എങ്ങനെ കത്തിക്കാം എന്നുള്ളത് മാത്രം ചിന്തിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഹെലൻ വിടില്ല. ഹെലന് കണ്ടന്റാണ് ജാസി എന്നുള്ളത്. ജാസി പറഞ്ഞാൽ ഹെലൻ ചാടി വീഴും. അതിലിപ്പോൾ പ്രത്യേകിച്ച് ജാസി ഹെലനെ എവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല, ബിക്കോസ് അങ്ങനെയാണ്. അത് കോണ്ടൻ്റാണ്, പ്യുവർ കോണ്ടൻ്റാണ്. അതിലൊരു ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജാസി ഇത് പറഞ്ഞു, ഹെലനെ അത് ഏറ്റുപിടിച്ചു. അതിനിടയിലൊരു ഗർഭപാത്രം സീന് ഹെലന് ഒന്ന് റോങ് ആയി. പിന്നെ അത് ഹെലൻ തന്നെ അത് അപ്പോളജൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു യൂണിവേഴ്സിൽ ഒരു ഹെലൻ്റെ വീഡിയോയും കൂടി കാണാം. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? നിങ്ങളടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ടോ? നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ? നിങ്ങൾക്കൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റുമെന്നും ഞാൻ പറയുന്നില്ല. കാരണം യൂട്രസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സ്ത്രീകളായിട്ട് ജനിച്ച എത്രയോ ആൾക്കാർക്ക് റെഗുലർലി പീരിയഡ്സ് ആവാറില്ല. അവരെ കൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാരണം അമ്മയാവാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്രസ് ഉണ്ടോ നിങ്ങൾക്ക്? പോട്ടെ, ജാസിന്റെ കേസായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ കെട്ടിവെച്ച ഒരു 2 സിലിക്കോൺ ബ്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞതാണോ? അല്ല, ഡൗൺ സർജറി ഇനി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല കേട്ടോ. ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട വേറെ ആർക്കും ഞങ്ങളെ സ്ത്രീ ആക്കണം, സ്ത്രീ ആയിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? നിങ്ങളൊന്ന് അതൊന്നും എനിക്ക് കാണണം. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ.
സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നത് നിങ്ങൾ സമരം ചെയ്തിട്ടായാലും ശരി, സത്യാഗ്രഹം കിടന്നിട്ടായാലും ശരി, സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ആനുകൂല്യം നിങ്ങൾ ഇപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്, എന്റെ വെല്ലുവിളിയാണത്. എന്നാ പിന്നെ നമ്മൾക്ക് വെറുതെയാണോ? സ്ത്രീകൾ വെറുതെയാണോ? അപ്പോ സ്ത്രീയാണത്ര സ്ത്രീ. എന്റെ ധാരണ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്റെ കുഞ്ഞറിവിൽ ഉണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകള് ചില ആൾക്കാർക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മുഴയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അറിയാമെന്നല്ലാതെ യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതെന്റെ മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ എന്റെ വീഡിയോ എത്രയോ ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്ത് 5000 പേരിൽ ഒരാൾക്ക് 5000 പെൺകുട്ടികൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാള് യൂട്രസ് ഇല്ലാണ്ട്, അങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കമന്റ് സെക്ഷൻ കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണത്. ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആ ഒരാളാണ് ഈ 5000-ൽ ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? എന്റെ അറിവില്ലായ്മയാണത്. യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഐ ആം വെരി 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 സോറി. അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി 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 സോറി. എന്റെ അറിവില്ലായ്മയാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലന്റെ ഇതിനുള്ള റിപ്ലൈ വന്നിരുന്നത്. ഹെലന് തെറ്റ് പറ്റിയാൽ അപ്പോളജൈസ് ചെയ്യും, അതൊരു ഗുഡ് ജസ്റ്ററാണ്. ഹെലൻ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ് ടു ജാസി. അതായത് ട്രാൻസ് വുമൻ, ഇപ്പം ജാസിയെ ട്രാൻസ് വുമൻ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റും എന്നുള്ളതും ഹെലൻ പറയുമ്പോൾ ഡൗട്ട്ഫുള്ളാണ്. കാരണം ഡൗൺ സർജറി കഴിയാത്ത ഒരാളെ കംപ്ലീറ്റ്ലി എന്താ പറയുക ഇത് ട്രാൻസ്ഫോം ചെയ്യാത്ത ഒരാളെ, അങ്ങനത്തെ ഒരാളെ ലൈക്ക് ഓക്കെ ഹീ ഓർ ഷീസ് എ ട്രാൻസ് പേഴ്സൺ, അത്രേ പറയാൻ പറ്റൂ. അല്ലാതെ ട്രാൻസ് വുമൻ എന്നുള്ളതിലേക്കും കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതും ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വീണ്ടും മീഡിയനെ കാണുമ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ മോസ്റ്റ് മെജോറിറ്റി സ്ത്രീകൾക്കും അതൊരു വിഷയമാണ് എന്നുള്ളത് ജാസി മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ കുറേ പേർക്ക് ഈ വിഷയത്തിൽ ജാസിയോട് ഭയങ്കരമായ എതിർപ്പുണ്ട്. അതായത് അവർ പ്രൗഡ്ലി വി ആർ ട്രാൻസ് വുമൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസിലേക്ക് എത്താനാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ വിഷൻ ഒക്കെ അവർക്ക് അതാണ് ആവശ്യം. അവിടെ പോയിട്ട് ജാസി വീണ്ടും സ്ത്രീ ഗർഭപാത്രം, അമ്മ, സ്ത്രീ, മറ്റത് മറിച്ചത്, ഞാൻ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് എനിക്കും കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ലോക ക്ലീശയാണ്. ഞാൻ എന്തായാലും സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാർ പറയും നീ അതിന് ഫുൾ സർജറി ചെയ്തോന്ന്. അപ്പോൾ എനിക്ക് KSRTCയിൽ സൗജന്യ യാത്ര വേണ്ട, പകുതി മതി. എവിടേക്കാ പോടിച്ചാൽ 200 രൂപകളുടെ ചാർജ് ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കത്തുള്ളൂ. പകുതി പെണ്ണാണല്ലോ, അങ്ങനെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ പകുതി കൺസിഡറേഷൻ കിട്ടട്ടെ എനിക്ക്. എന്തായാലും അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്യും. KSRTCയിൽ ഞാൻ പോവും, യാത്ര ചെയ്യും സൗജന്യമായിട്ട് തന്നെ. നമുക്ക് നോക്കാം. കഥയാലോചിച്ചു. അതായത് ഒരു ഒത്തും പൊത്തും ഇല്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ജാസി. എന്താ പറയുക, ജാസിക്ക് ക്യാമറ കണ്ട ഒരു ടൈമിൽ രേണുസുതി ക്യാമറ കണ്ട പോലെ ആവുന്നു. രേണുസുതി പിന്നെ ഇപ്പോൾ ഒന്ന് സോർട്ടഡ് ആയിട്ടുണ്ട്, കുറച്ച് വള്ളി പിടിച്ചുകൊണ്ട് ഒന്ന് നിർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ എയറിലാണ് രേണുവിൻ്റെ ഒരു സീൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല ഇപ്പോൾ. അത് വൈ ബിക്കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അത് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നിയർ കമ്മിങ് ഫ്യൂച്ചർ അത് കുറച്ച് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതടക്കട്ടെ. ഇത് ശരിക്ക് ജാസിയായിട്ട് വള്ളി പിടിക്കുക എന്നുള്ളതാണ്. ജാസി ടാർസൻ ജീവിതം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തോന്നുന്നത്. ഒരു വള്ളിയിൽ നിന്ന് വേറൊരു വള്ളിയിലേക്ക് മോഗ്ലി ജാസി എന്ന് പറഞ്ഞിട്ട് പോണ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് പകുതി ഞാൻ പെണ്ണാണല്ലോ, അപ്പം എനിക്ക് പകുതി തന്നൂടെ? നിങ്ങളൊരു സർക്കാരിനോടാണ് ചോദിക്കുന്നത്, ഒരു സിസ്റ്റത്തിനോടാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ രാപ്പകലില്ലാതെ തെരുവിലിറങ്ങി വിസിബിലിറ്റിക്ക് വേണ്ടി സമരം ചെയ്ത്
അവർ നേടിയെടുത്ത ഒരു വിസിബിലിറ്റി ഉണ്ട് ഈ സൊസൈറ്റിക്കകത്ത്. അതിനെയൊക്കെ ഒന്നും അല്ലാത്ത രീതിയിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ പുച്ഛിച്ച് കളിയാക്കുന്ന പോലെ. ഞാൻ പകുതി പെണ്ണാണല്ലോ, അപ്പം എനിക്ക് പകുതി കിട്ടണം എന്നൊക്കെ പറയുന്നത്. നാദിറ നേരത്തെ സംസാരിച്ചത് കേട്ടല്ലോ നിങ്ങൾ, വളരെ ക്ലാരിറ്റി ഇല്ല നാദിറ കാര്യം പറയുന്നത്. നാദിറ പറഞ്ഞതിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്, ഈ പ്രായം കൂടിയ ആളുകൾക്ക് യാത്ര ഇത് കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ, അല്ല വർക്കിംഗ് ക്ലാസ് ലേഡീസിന് കൂടുതൽ വരണം, അവർ വർക്കിംഗ് ക്ലാസ് ആവണം കൂടുതൽ എന്നുള്ളതിലേക്കാണ്. അവിടെയും കൃത്യമായിട്ട് നാദിറ പറയുമ്പോൾ സമൂഹത്തിൽ പിന്നോക്കമായി നിൽക്കുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കടക്കം കൊടുക്കണം എന്നുള്ളത് വളരെ പോയിൻ്റായിട്ട് അവർ പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നാദിറയെ പോലുള്ളവരും അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല ഞാൻ, ഒരുപാട് പേര് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ രാപ്പകലില്ലാതെ വർക്ക് ചെയ്ത് ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ സോഷ്യൽ മീഡിയ എന്താ അറിയോ, അവരെ ആരും കാണില്ല. അവർ പറയുന്നത് എൻടോസ് ചെയ്യില്ല, അവർ പറയുന്നത് കേൾക്കില്ല. നിങ്ങളെപ്പോലെ കോമാളിത്തരം കാണിച്ച് കോമാളിത്തരം പറയുന്നവരുടെ വാക്കും വർത്താനം മാത്രം എടുത്ത് വെച്ച് ട്രോൾ ചെയ്ത് ആ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നിങ്ങളൊരു കോമാളി റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് കൊണ്ടുവരും. അതെന്തിന് നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമുള്ളത്? നിങ്ങൾക്ക് മിണ്ടാതിരുന്നാൽ പോരെ, അറിയാത്തയും എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരുന്നാൽ പോരെ നിങ്ങൾക്ക്. ആഫ്റ്റർ ഓൾ മീഡിയ വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക ഇപ്പം റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ട, ഞാൻ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അടക്കം ഞാൻ പറയുന്ന വർത്തമാനം കൊണ്ട് അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലും രീതിയിലൊരു പ്രശ്നമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ആ കമ്മ്യൂണിറ്റിപ്പെട്ടവർ നാളെ കളിയാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതെനിക്കുമില്ല ബാക്കി എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാകും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ടേ? അതില്ല. ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണത്. ഞാനൊരു കാര്യം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ പേരിന്റെ ആള് മാത്രമേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടില് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടില് പടച്ചിടപ്പേ ദൈവസ്ഥ ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കണം. ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വീട്ടില് ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവരെ വിഷമം എന്താണ്, വേദന എന്താണ്, അങ്ങനെ ഉണ്ടാകുമ്പോൾ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അച്ഛനമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, വേദന ഉണ്ടാകുന്നത് അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർക്ക് ഒരു കുട്ടി ഇതേപോലെ ജനിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി ജനിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ ചിരിയും കളിയും തമാശ പറച്ചിലും കളിയാക്കലും ഒക്കെ നിന്നു. അത്രേ ഉള്ളൂ. എന്തിന് ജാസി ഇത്? സീരിയസ്ലി ഞാൻ ഈ സാധനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം ജാസി ജനിച്ച് വളർന്ന ഒരു കാലഘട്ടം 90s. ഓക്കെ, ഐ തിങ്ക് ഷീ ഈസ് സംവെയർ അറൗണ്ട് സംവെയർ അറൗണ്ട് 33-34 എൻ്റെ ഒക്കെ ഒരു പ്രായമായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ട്രാൻസ് ട്രേറ്റ്സ് ഉള്ള ഒരു കുട്ടി ഒരു വീട്ടിൽ ഒരു ആവറേജ് ലിവിങ്ങുള്ള, അത് മലബാർ ബെൽറ്റിൽ എസ്പെഷ്യലി അങ്ങനെ തന്നെ എടുത്ത് പറയാം, ഉള്ളൊരു വീട്ടിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് നേരിടണം, വീടിനകത്ത് നിന്ന് നേരിടണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പം അതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ജാസി. ആ കുറയാനുള്ള കാരണം എന്താ പറയുക, ജാസിയെ പോലുള്ളവരല്ല, അല്ലാതെ സൊസൈറ്റിയിൽ മാറ്റം വരണം, സൊസൈറ്റിയെ പറഞ്ഞ് പഠിപ്പിക്കണം, തിരുത്തണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, നോളജ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ആളുകൾക്ക് കൃത്യമായി എഡ്യൂക്കേഷൻ കൊടുത്ത് ഇങ്ങനൊരു കുട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അവർക്ക് ഇങ്ങനത്തെ ട്രേറ്റ്സ് കണ്ടു തുടങ്ങിയാൽ അവരെ ചേർത്ത് പിടിക്കണം, ഒപ്പം നിർത്തണം, ഇനി അവർക്ക് എന്ത് വേണം ചെയ്തു കൊടുക്കണം എന്ന് മൈൻഡ് സെറ്റുള്ള ഫാമിലിയും പാരൻസുമാണ് ഇപ്പോൾ മോസ്റ്റ് മെജോറിറ്റി ഉള്ളത്. മനസ്സിലായോ? ട്രാൻസ് സ്റ്റേറ്റ്സ് ഉള്ള ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ തള്ളിവിടുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട് കടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മമ്മിക്ക് വളർത്തിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നവരുടെയൊക്കെ എണ്ണമൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു, അത് വേറൊരാൾക്കും വരട്ടെ, അതൊരു വിഷയമായിട്ടാണോ നിങ്ങൾ സ്വയം നിങ്ങൾ പ്രശ്നക്കാരാണെന്നാണോ പറയുന്നത്? ഗിഫ്റ്റഡ് എന്നാണ് പറയേണ്ടത്. ഇതിന് വേറെ എന്ത് പറയാനാണ് ഇതിന്? യു ആർ ഓൾ സ്പെഷ്യലാണ്, ഗിഫ്റ്റഡ് ആണ്. അങ്ങനെയല്ലേ സൊസൈറ്റിയെ പറഞ്ഞു മാറ്റേണ്ടത്? ഇത് ജാസിയും വന്നിരുന്ന് പറയുന്നത് എന്താ, ഇങ്ങനൊരു കുട്ടി ഉണ്ടായാൽ അത് ഭയങ്കര പ്രശ്നമാണ്, അത് അനുഭവിക്കണം. എന്തുവാടെ ഇത്? ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ സിനിമ കാണാൻ കയറി ഈ അനുഭവിച്ചോ എന്ന് പറയുന്നത് അത്രയും ലാഘവത്തോട് കൂടിയിട്ടാണോ പറയുന്നത്? നമ്മളൊരു പടം കണ്ടു, ഒരു പൊട്ടപ്പടം, എന്നാൽ അപ്പുറത്തോടും കൂടി കയറ്റി അത് അനുഭവിപ്പിക്കട്ടെ, അത്രയും ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? നോ,
മേ ബി ഹെലൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹെലൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾ ഹേർട്ടാവുന്ന രീതിയിലുള്ളതാണ്, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആസ് ഈക്വൽ ഓർ മോർ ദാൻ ദാറ്റ് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഒരുമാതിരി കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അയ്യോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഈ സാധനം. ഇനി ഇതിനൊരു 10 ക്ലാരിഫിക്കേഷൻ 100 ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്താലും, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ട സമയത്ത് ജാസി ഒരു ഹോസ്പിറ്റൽ സീൻ പറഞ്ഞ സമയത്ത് ജാസിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടാം. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി. ആളുകളെ എങ്ങനെ ഹൗ ബീങ് എ ട്രാൻസ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് ആളുകളെ കാണിച്ചു കൊടുക്കാം, എഡ്യൂക്കേറ്റ് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വരുന്ന തലമുറയ്ക്ക് അങ്ങനെ മാതൃകയായിട്ട് അവർ പറയണം. ഒരു വീട്ടിലൊരു ട്രാൻസ് ട്രേറ്റ്സ് ഉള്ള ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി എങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ പാരൻസ് പറയാണ്, നീ ജാസിയുടെ വീഡിയോ എടുത്ത് കാണ്, അവർ എങ്ങനെയാണ് ഒരു ട്രാൻസ് ഇവോൾവ് ആവുന്നത്, അതിൻ്റെ ജേണി എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ളൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോഴത്തേക്കാണ് ഒരു മനുഷ്യൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അച്ചീവ്മെൻ്റ് ഒക്കെ നമ്മൾ കാണേണ്ടത്. ഇതതിനു പകരം ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ അറിയാം കേട്ടോ, എൻ്റെ വീട്ടിൽ ജനിക്കട്ടെ, അപ്പം എനിക്ക് മനസ്സിലാവും കേട്ടോ. എഗെയിൻ ഞാൻ പറയുന്നു, 80s 90s 70s അല്ല, കാലം മാറി. ഓക്കെ, അക്സെപ്റ്റൻസി കൂടി, ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ഒരു വിഷയവും ഇല്ല. വിസിബിലിറ്റി കൂടുന്നുണ്ട്, അക്സെപ്റ്റൻസി കൂടുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൂടുന്നുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട്. സർക്കാരുകളാണെങ്കിലും കമ്പനികളാണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും അവരെല്ലാം നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് നിങ്ങളെപ്പോലുള്ളവർ അല്പബുദ്ധിയും അല്പവിവരവും വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ഈ വായ്ത്താളം അടിച്ച് വിടുമ്പോഴാണ്. എവിടെ തുടങ്ങിയ വിഷയമെന്ന് ആലോചിച്ച് നോക്കണം. KSRTC ബസ്സിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് തുടങ്ങി, അത് ഹെലനെ ഏറ്റുപിടിച്ച് അത് വീണ്ടും ഇപ്പുറത്തേക്ക് പോയി അപ്പുറത്തേക്ക് പോയി. ഇപ്പം എന്തായി അറിയും, ഇപ്പോൾ ഈ KSRTC സ്ത്രീകളുടെ ഫ്രീ യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉള്ളവർക്ക് ജാസിയും ഹെലനും തമ്മിലുള്ള അടി മാത്രമാണ്. അല്ലാതെ അതിൻ്റെ പോസിറ്റീവ് എന്താ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാവും, അതുകൊണ്ട് എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി കൂടുമോ നാടിന്, അല്ലോ KSRTCൻ്റെ നട്ടല്ലോട്, ഇതൊക്കെ ചർച്ച പോയി. രാവിലെ നിൽക്കുമ്പോൾ ഹെലൻ്റെ വീഡിയോ വരും, എന്തായാലും കുറച്ച് ഇരിക്കാണ്ടാവും. ജാസി ഇന്ന് വല്ലയിടത്തേക്കും മറ്റേ റിബൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ മീഡിയാസ് വരുമ്പോൾ ഹെലനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ സാധനം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ബിഗ് ബോസ് സീസണിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു അടി ഉണ്ടാക്കിയാൽ ഞാൻ സെറ്റാണ്. ഹെലൻ പോകില്ല എന്നുള്ള ഹെലൻ പോകില്ല, ഹെലൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. ജാസി കയറുമായിരിക്കും, ജാസിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ 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 അടിച്ചു കഴിഞ്ഞത് കണ്ടല്ല, അതെന്താ പറയാൻ. എന്തായാലും ഹെലൻ അതിന് നിൽക്കൂല, ഹെലൻ പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹെലന് പോകാൻ താല്പര്യമുള്ള ആളൊന്നുമല്ല, പക്ഷേ ജാസി പോകും. എന്താണെങ്കിലും കൊള്ളാം. ഞാൻ പറയുകയാണ്, ഇതൊക്കെ ഒരു കോണ്ടൻ്റാണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും, എനിക്കാണെങ്കിലും ജാസിക്കാണെങ്കിലും ഹെലനാണെങ്കിലും ഒക്കെ. പക്ഷേ ഈ വിഷയം KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര എന്നുള്ളൊരു വിഷയം, ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് ഐഡിയ. പക്ഷെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ, എത്ര കാലം ഈ എക്സിക്യൂഷൻ നിൽക്കും, ഇതാര് കോർഡിനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ചെയ്യാൻ പറ്റുന്നതാണ്, മറ്റേ മാമത്ത് ടാസ്ക് ഒന്നുമല്ല, ചെയ്യാൻ പറ്റും. മനസ്സിലായി, ഇത് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു സ്കെച്ച് വേണം, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പാടും.